വെൽക്കം ടു മൈ ചാനൽ. എൻ്റെ പേര് ജോമി ജോസഫ്. ഞാനൊരു ഇൻഷുറൻസ് അഡ്വൈസറാണ്. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ അവതരിപ്പിക്കുന്നത് ഇന്ത്യ പോസ്റ്റ് പേയ്മെന്റ് ബാങ്കും അതുപോലെ തന്നെ സ്റ്റാർ ഹെൽത്ത് ഇൻഷുറൻസ് കമ്പനിയുമായിട്ട് ജോയിൻ്റ് ആയിട്ട് അവതരിപ്പിച്ചിട്ടുള്ള ഒരു പുതിയ ഇൻഷുറൻസ് പ്ലാനിനെ കുറിച്ച് വിവരിക്കാനാണ്. അപ്പോൾ എല്ലാവർക്കും ഉപകാരപ്പെടുന്ന നല്ലൊരു വീഡിയോ ആണെന്ന് ഞാൻ ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇതിനെക്കുറിച്ച് കൂടുതലായിട്ട് അറിയാൻ നിങ്ങൾ വീഡിയോ അവസാനം വരെ കാണാനായിട്ട് ശ്രദ്ധിക്കുക. നമുക്കറിയാം, സ്റ്റാർ ഹെൽത്ത് ഇൻഷുറൻസ് എന്നുള്ളത് ഹെൽത്ത് ഇൻഷുറൻസ് സെക്ടറിലെ പ്രധാനപ്പെട്ട ഏറ്റവും നല്ല പെർഫോമൻസ് കാഴ്ചവെക്കുന്ന നല്ലൊരു കമ്പനിയാണ്. അതുപോലെ തന്നെ പോസ്റ്റ് പേയ്മെന്റ് ബാങ്കിനെ കുറിച്ചും ഞാൻ കൂടുതലായിട്ട് വിവരിക്കേണ്ട ആവശ്യമില്ല. നമുക്ക് എല്ലാവർക്കും ട്രസ്റ്റ് ചെയ്യാൻ പറ്റുന്ന രണ്ട് നല്ല സ്ഥാപനങ്ങളാണ്. അപ്പൊ ഇവര് രണ്ടുപേരും കൂടെ കമ്പൈൻ ചെയ്തിറക്കുന്ന ഈ ഒരു പോളിസി വളരെ നല്ലൊരു പോളിസി ആയിട്ട് തന്നെയാണ് എനിക്ക് ഇവാലുവേറ്റ് ചെയ്തപ്പോൾ തോന്നിയത്. അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യാനായിട്ട് കാരണം. അപ്പൊ ഇത് പ്രധാനമായിട്ട് ഉദ്ദേശിക്കുന്നത് ഗ്രൂപ്പ് അല്ലെങ്കിൽ വ്യക്തിഗത അപകട പരിരക്ഷയാണ്. നമുക്കൊരു ആക്സിഡന്റൽ ഇൻഷുറൻസിനാണ് കൂടുതലായിട്ട് ഈ ഒരു പോളിസി ഊന്നൽ നൽകുന്നത്. ഇത് നമുക്ക് വ്യക്തിഗതമായിട്ടോ അല്ലെങ്കിൽ ഗ്രൂപ്പായിട്ടോ എടുക്കാനായിട്ടുള്ള അവസരം നമുക്കിവിടെയുണ്ട്. നമുക്കറിയാം, ഇതിന്റെ ഒരു ഇമ്പോർട്ടൻസ് കൂടുതലായിട്ട് വരുന്നത് നമുക്കൊരു ആക്സിഡന്റ് പറ്റി നമ്മൾ ഹോസ്പിറ്റലൈസ്ഡ് ആയിട്ട് ഒരുപാട് ബില്ല് വരുന്ന ഒരു സാഹചര്യത്തിൽ നമുക്ക് സാമ്പത്തികമായിട്ടുള്ള ഒരു പരിരക്ഷ ഉറപ്പാക്കുന്ന ഒരു പ്ലാനാണ് ഇന്ന് ഞാൻ അവതരിപ്പിക്കുന്നത്. അതിന്റെ കൂടെ തന്നെ ഇതിന് കുറച്ച് മെഡിക്കൽ ഇൻഷുറൻസിന്റെ അഡ്വാൻറ്റേജസും കൂടെ ഉണ്ട്. അപ്പൊ രണ്ടും കൂടെ കമ്പൈൻഡ് ആയിട്ടുള്ള ഒരു പോളിസിയാണ് ഇന്ന് ഇവിടെ അവതരിപ്പിക്കുന്നത്. ഇതിനകത്ത് 3 തരത്തിലുള്ള സം അഷ്യൂർഡ് നമുക്ക് സെലക്ട് ചെയ്യാനായിട്ട് പറ്റും. 15 ലക്ഷം നമുക്ക് സെലക്ട് ചെയ്യാം സം അഷ്യൂർഡ്, 10 ലക്ഷം സെലക്ട് ചെയ്യാം, 5 ലക്ഷം സെലക്ട് ചെയ്യാം. അപ്പൊ മൂന്നിനും റേറ്റ് വരുന്നത് 15 ലക്ഷത്തിന്റെ പോളിസിക്ക് ഇയർലി പ്രീമിയം, ഒരു വർഷത്തെ പ്രീമിയം ആണ് ഇൻക്ലൂഡിങ് ടാക്സ് ആണ് 799 രൂപയാണ് GST കൂടെ ചേർത്ത് നമ്മൾ അടയ്ക്കേണ്ടത്. ഇനി 10 ലക്ഷത്തിന്റെ പോളിസി ആണെങ്കിൽ നമുക്ക് വരുന്ന പ്രീമിയം, ഒരു വർഷത്തേക്കുള്ള പ്രീമിയം എന്നുള്ളത് 559 രൂപയും 5 ലക്ഷത്തിന്റെ ഇയർലി പ്രീമിയം എന്നുള്ളത് 320 രൂപയാണ്. GST കൂടെ ചേർത്താണ്. അപ്പൊ ഇത് ടോട്ടൽ എമൗണ്ട് ആണ്. ഇതിന്റെ കൂടെ അഡീഷണൽ ആയിട്ട് നമ്മളൊന്നും അടയ്ക്കേണ്ടതായിട്ടില്ല. അപ്പൊ 3 തരത്തിലുള്ള പ്ലാനുകൾ നമുക്ക് എടുക്കാനായിട്ടുള്ള അവസരം ഈ ഒരു പ്ലാനിനകത്ത് ഉണ്ട്. ഇനി എന്തൊക്കെയാണ് ഇതിന്റെ പ്രധാനപ്പെട്ട സവിശേഷതകളെന്ന് നമുക്കൊന്ന് പരിശോധിച്ച് നോക്കാം. ഞാൻ നേരത്തെ പറഞ്ഞു 3 തരത്തിലുള്ള സം അഷ്യൂർഡ് ആണ് നമുക്ക് സെലക്ട് ചെയ്യാനായിട്ട് പറ്റുക. 15, 10, 5 എന്നുള്ള രീതിയിലാണ് ഇതിന്റെ സം അഷ്യൂർഡ് വരിക. അപ്പൊ ആദ്യമേ തന്നെ ഇതൊരു ആക്സിഡന്റൽ ഇൻഷുറൻസ് ആയതുകൊണ്ട് തന്നെ നമുക്ക് ആദ്യത്തെ ഒരു പോയിന്റ് കൊടുത്തിരിക്കുന്നത് ഒരു ഡെത്ത് വന്നാൽ എന്താണ് നമുക്ക് കിട്ടുക എന്നുള്ളതാണ്. അപ്പൊ നമുക്കറിയാം, 15 ലക്ഷത്തിന്റെ പോളിസി നമ്മൾ എടുത്തു കഴിഞ്ഞാൽ ഒരു ആക്സിഡന്റ് ഡെത്ത് സംഭവിച്ചു കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നത് 15 ലക്ഷം രൂപയാണ് ആദ്യത്തെ ഒരു പ്ലാനിനകത്താണെങ്കിൽ. ഇനി 10 ലക്ഷത്തിന്റെ പോളിസിയാണ് നമ്മൾ എടുത്തിട്ടുള്ളതെങ്കിൽ 10 ലക്ഷം നമുക്ക് കിട്ടും. 5 ലക്ഷത്തിന്റെ ആണ് എടുത്തിട്ടുള്ളതെങ്കിൽ 5 ലക്ഷം രൂപയാണ് നമുക്ക് അവിടെ ഇവരുടെ കമ്പനിയുടെ കയ്യിൽ നിന്ന് നമുക്ക് കിട്ടുക. ഇനി ഒരു ഡെത്ത് വരണമെന്ന് യാതൊരു നിർബന്ധവുമില്ല. നമുക്ക് സ്ഥിരമായിട്ടുള്ള ഒരു സമ്പൂർണ്ണ വൈകല്യം, അത് ആക്സിഡന്റ് മൂലമായിരിക്കണം. അപ്പൊ ഒരു ആക്സിഡന്റ് മൂലം നമുക്ക് സ്ഥിരമായിട്ടുള്ള ഒരു ഡിസബിലിറ്റി വന്നു കഴിഞ്ഞാൽ, സമ്പൂർണ്ണമായിട്ടുള്ള വൈകല്യം വന്നാൽ ഈ പറഞ്ഞ എമൗണ്ട് കൃത്യമായിട്ട് നമുക്ക് കിട്ടും. 15 ലക്ഷം, 10 ലക്ഷം, 5 ലക്ഷം ഏതാണോ നമ്മൾ എടുത്തിട്ടുള്ള പോളിസി അതിനനുസരിച്ചുള്ള എമൗണ്ട് നമുക്ക് കിട്ടും. അതുപോലെ തന്നെ സ്ഥിരമായിട്ടുള്ള ഭാഗിക വൈകല്യം, നമുക്കറിയാം ചില ഒരു ആക്സിഡന്റ് പറ്റിക്കഴിഞ്ഞാൽ ചിലപ്പോൾ നമുക്ക് നടക്കാനോ അല്ലെങ്കിൽ നമ്മുടെ മൂവ്മെന്റ്സിനൊക്കെ ചിലപ്പോൾ റെസ്ട്രിക്ഷൻസ് വരാറുണ്ട്. പക്ഷെ സ്ഥിരമായിട്ടുള്ള നമുക്ക് എക്സസൈസ് പോലെയുള്ള കാര്യങ്ങൾ, ഫിസിയോതെറാപ്പി ഒക്കെ ചെയ്തു കഴിഞ്ഞ ഒരു പരിധി വരെ നമുക്ക് വീണ്ടും നമ്മുടെ പഴയ സ്റ്റേജിലേക്ക് തിരിച്ചു വരാനായിട്ട് പറ്റും. അപ്പൊ അങ്ങനെ വന്നാലും, ഭാഗികമായിട്ടുള്ള വൈകല്യം വന്നാലും നമ്മൾ ഇൻഷുർ ചെയ്തിട്ടുള്ള തുക നമുക്ക് ഇവിടെ കിട്ടാനായിട്ടുള്ള അവസരമുണ്ട്. 15, 10, 5 അപ്പൊ എത്രയാണോ നമ്മൾ ഇൻഷുറൻസ് എടുത്തിരിക്കുന്നത് ആ ഒരു എമൗണ്ട് നമുക്ക് അവിടെയും കിട്ടാനായിട്ടുള്ള അവസരമുണ്ട്. ഇത് കോമൺ ആയിട്ട് പല പോളിസികളുടെ അകത്തും വരുന്നതാണ്. ഇനി അത് കൂടാതെ അഡീഷണൽ ആയിട്ട് വരുന്ന കുറച്ച് ഫീച്ചേഴ്സ് ആണ് ഈ പോളിസിയുടെ അകത്ത് ഇനി താഴേക്ക് വിവരിക്കുന്നത്. അപ്പൊ ആദ്യത്തെ വരുന്നത് ആംബുലൻസ് നിരക്കുകൾ, മോർട്ടൽ അവശിഷ്ടങ്ങളുടെ ഗതാഗതത്തിന് വേണ്ടിയിട്ട്. നമുക്കറിയാം, ഒരു ആക്സിഡന്റ് ഒരു സ്പോട്ടിൽ നടന്നു കഴിഞ്ഞാൽ ഒരു ആംബുലൻസ് വന്നിട്ടാണ് ഈ വ്യക്തിയെ ഹോസ്പിറ്റലിലേക്ക് മാറ്റുക. അപ്പൊ ഹോസ്പിറ്റൽ ഷിഫ്റ്റിങ്ങിന് വേണ്ടിയിട്ട് നമുക്കൊരു എക്സ്പെൻസ് കൂടുതലായിട്ട് ചെലവാവാറുണ്ട്. അപ്പൊ അതിന് വേണ്ടിയിട്ട് 3 പ്ലാനുകളുടെ അകത്ത് 15 ലക്ഷത്തിന്റെ പ്ലാനിനകത്ത് 11,000 രൂപയും, 10 ലക്ഷത്തിന്റെ പ്ലാനിനകത്ത് 9,000, 5 ലക്ഷത്തിന്റെ അതിനകത്ത് 7,000 രൂപയും നമുക്ക് അഡീഷണൽ ആയിട്ട് കിട്ടുന്ന എമൗണ്ട് ആണ്. നമ്മൾ ഇൻഷുർ ചെയ്ത തുകയ്ക്ക് പുറമെ നമുക്ക് കിട്ടുന്ന എക്സ്ട്രാ ബെനിഫിറ്റ് ആണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. ഇനി അടുത്തതായിട്ട് കൊടുത്തിരിക്കുന്നത് ഒരു ബന്ധുവിന്റെ യാത്രാ ചെലവിന് വേണ്ടിയിട്ട് ഈ സെയിം എമൗണ്ട് 11,000, 9,000, 7,000 തത്തുല്യമായിട്ട് 15, 10, 5 ലക്ഷം രൂപയുടെ പോളിസികൾ നമുക്ക് കിട്ടും. ഇത് ഉദ്ദേശിക്കുന്നത്, ഇപ്പൊ ഈ ആക്സിഡന്റ് സംഭവിച്ചിരിക്കുന്നത് നമ്മുടെ വീടിനടുത്തല്ല, ചിലപ്പോൾ ഇന്ത്യക്ക് കേരളത്തിന് പുറത്ത് എവിടെയെങ്കിലും യാത്ര ചെയ്യുന്ന സമയത്തായിരിക്കാം ഇങ്ങനെ ഒരു ആക്സിഡന്റ് വന്നിട്ടുള്ളത്. അപ്പൊ ആ ഒരു ബന്ധുവിനെ ആ സ്പോട്ടിലേക്ക് എത്തിച്ചേരാൻ വേണ്ടിയിട്ടാണ് ഈ യാത്രാ ചെലവായിട്ട് ഇങ്ങനെയുള്ള ഒരു എമൗണ്ട് എക്സ്ട്രാ കൊടുക്കുന്നത്. ഇത് പല ആളുകൾക്കും അറിയില്ല. സ്റ്റാർ ഹെൽത്തിന്റെ
അവരുടെ ഹെൽത്ത് ഇൻഷുറൻസ് പോളിസികളുടെ അകത്തും പല പോളിസികളുടെ അകത്തും ഇതുണ്ട്. പലർക്കും അത് അറിയില്ല. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് ഇത് ഇവിടെ പറഞ്ഞു പോകുന്നത്. അപ്പൊ നമുക്ക് അങ്ങനെ യാത്ര ചെയ്യാൻ വേണ്ടിയിട്ട് ഉള്ള ഒരു ട്രാവൽ എക്സ്പെൻസ് ആയിട്ടാണ് ഈ 11,000, 9,000, 7,000 രൂപ നമുക്കിവിടെ അഡീഷണൽ ആയിട്ട് കിട്ടുന്നത്. ഇത് അറിയുന്ന ഒരു വ്യക്തിക്ക് മാത്രമേ ഇത് ക്ലെയിം ചെയ്യാനായിട്ട് പറ്റുള്ളൂ. അതായത് നമ്മൾ ചെന്ന് ചോദിച്ചാൽ മാത്രമേ എമൗണ്ട് കിട്ടുള്ളൂ. അല്ലെങ്കിൽ ഒരിക്കലും ഇൻഷുറൻസ് കമ്പനി സ്വമേധയാ നമുക്ക് ഈ ഒരു എമൗണ്ട് തരില്ല. അതുപോലെ തന്നെ വാഹനം താമസമാറ്റത്തിന് വേണ്ടിയിട്ടും ഈ സെയിം എമൗണ്ടുകൾ 11,000, 9,000, 7,000 രൂപ വെച്ച് നമുക്ക് ഈ 3 പ്ലാനുകളുടെ അകത്തും കിട്ടുന്നുണ്ട്. അടുത്തത് വരുന്നത് രക്തം വാങ്ങാനായിട്ട്. നമുക്കറിയാം ആക്സിഡന്റ് സംഭവിക്കുമ്പോൾ യൂഷ്വലി ബ്ലീഡിങ് ഒരുപാട് വരാനായിട്ട് സാധ്യതയുണ്ട്. അപ്പൊ നമുക്ക് ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ ആവശ്യമായിട്ട് വരും. അപ്പൊ പലപ്പോഴും നമുക്കറിയാം പല സന്നദ്ധ സംഘടനകളും ഇന്നുണ്ട് ബ്ലഡ് ഡൊണേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പൊ അങ്ങനെയുള്ള വ്യക്തികളെ കിട്ടുവാണെങ്കിൽ നമുക്ക് ഇത്ര എക്സ്പെൻസ് വരില്ല. പക്ഷേ നമുക്ക് ഇപ്പൊ റയർ ബ്ലഡ് ഗ്രൂപ്പ് ഒക്കെ ആവുമ്പോൾ ചിലപ്പോൾ നമുക്ക് ബ്ലഡ് ബാങ്കിനകത്തുനിന്ന് ബ്ലഡ് വാങ്ങേണ്ടതായിട്ട് വരും. അപ്പൊ അങ്ങനെയുള്ള ഒരു എക്സ്പെൻസിന് വേണ്ടിയിട്ട് നമുക്ക് 11,000, 9,000, 7,000 രൂപ വെച്ച് 3 പ്ലാനുകളുടെ അകത്ത് നമുക്ക് അഡീഷണൽ ആയിട്ട് കിട്ടും. അപ്പൊ ഇതൊക്കെ നമ്മൾ അറിഞ്ഞിരിക്കണമെങ്കിൽ മാത്രമേ നമുക്കിത് ചോദിച്ചു വാങ്ങാനായിട്ട് പറ്റുള്ളൂ. ഇനി അടുത്തൊരു കേസ് ഇവിടെ കൊടുത്തിരിക്കുന്നത് ഇറക്കുമതി ചെയ്ത മരുന്നുകളുടെ ഗതാഗത ചെലവിന് വേണ്ടിയിട്ട്. ഇത് ഉദ്ദേശിക്കുന്നത് നമുക്കിപ്പോൾ ഒരു ആക്സിഡന്റ് പറ്റി എന്തെങ്കിലും ഒരു എമർജൻസി മെഡിസിൻ ആവശ്യമായിട്ട് വരുന്നു. ചിലപ്പോൾ നമ്മുടെ ഇന്ത്യയുടെ അകത്ത് അത് അവൈലബിൾ ആവില്ല. ചിലപ്പോൾ നമുക്കത് എക്സ്പോർട്ട് ചെയ്ത് പുറത്തുനിന്ന് വരുത്തേണ്ടതായിട്ട് വരും. അപ്പൊ ആ മരുന്ന് കൊണ്ടുവരുന്നതിനായിട്ട് ഒരുപാട് ചെലവുകൾ ഇതിനകത്ത് വരാൻ സാധ്യതയുണ്ട്. അപ്പൊ അങ്ങനെയുള്ള സാഹചര്യത്തിലും നമുക്ക് 14,000, 12,000, 10,000 രൂപ വെച്ച് ഈ 3 പ്ലാനുകളുടെ അകത്തും എക്സ്ട്രാ കിട്ടാനായിട്ടുള്ള അവസരമുണ്ട്. അതുപോലെ തന്നെ നമ്മൾ ആക്സിഡന്റ് പറ്റി നമ്മൾ ഹോസ്പിറ്റലൈസ്ഡ് ആയി കഴിഞ്ഞാൽ തുടർന്നുള്ള മെഡിക്കൽ ചെലവുകൾക്ക് വേണ്ടിയിട്ട് 15 ലക്ഷത്തിന്റെ 1 ലക്ഷവും 10 ലക്ഷത്തിന്റെ 75,000 രൂപയും നമുക്കിവിടെ അഡീഷണൽ ആയിട്ട് കിട്ടും. ഇത് ക്ലെയിം ചെയ്തെടുക്കാൻ പറ്റുന്ന എമൗണ്ട് ആണ്. അതുപോലെ തന്നെ ഇൻഷുർ ചെയ്ത വ്യക്തിക്ക് ബാഹ്യ പിന്തുണ ഉപകരണങ്ങൾ എന്ന് ഉദ്ദേശിക്കുന്നത് ചിലപ്പോൾ ആക്സിഡന്റ് പറ്റിക്കാൻ നമുക്ക് പിന്നീട് നടക്കാനായിട്ട് ബുദ്ധിമുട്ട് വരാം. നമ്മൾ ഒരു വീൽ ചെയറിലാവാം, അല്ലെങ്കിൽ നമുക്കൊരു വാക്കറിന്റെ ആവശ്യം വരാം, അല്ലെങ്കിൽ ഒരു ട്രൈപോഡിന്റെ ആവശ്യമുണ്ട്. അപ്പൊ ഇങ്ങനെയുള്ള സാധനങ്ങൾ വാങ്ങണമെങ്കിൽ നമുക്കറിയാം നല്ല വിലയാണ് ഇങ്ങനത്തെ സാധനങ്ങൾക്ക് വാങ്ങാനായിട്ട്. അപ്പൊ അതിന് വേണ്ടിയിട്ട് നമുക്കിവിടെ 14,000, 12,000, 10,000 രൂപ വെച്ച് 3 പോളിസികളുടെ അകത്തും നമുക്ക് എക്സ്ട്രാ കിട്ടുന്നുണ്ട്. അപ്പൊ ഇതൊക്കെ നമ്മൾ അറിഞ്ഞിരുന്നാൽ നമുക്ക് ഇതൊക്കെ ചോദിച്ച് വാങ്ങാനായിട്ട് സാധിക്കും. ഇനി കൊടുത്തിരിക്കുന്നത് ശവസംസ്കാരത്തിന് വേണ്ടിയിട്ടുള്ള ചെലവുകളാണ്. ഇപ്പൊ ആക്സിഡന്റ് പറ്റിയ ആ വ്യക്തിക്ക് ഒരു മരണം സംഭവിച്ചു കഴിഞ്ഞാൽ അവരുടെ ശവസംസ്കാര ചെലവുകൾക്ക് വേണ്ടിയിട്ട് ഒരു 9,000 രൂപയും 7,000, 5,000 രൂപ വെച്ച് 3 പ്ലാനുകളുടെ അകത്തും നമുക്ക് എക്സ്ട്രാ കിട്ടുന്നുണ്ട്. ഇനി ഈ ആക്സിഡന്റ് പറ്റിയ വ്യക്തിക്ക് സ്ഥിരമായിട്ടുള്ള ഒന്നുകിൽ അപകട മരണം സംഭവിക്കാം, അല്ലെങ്കിൽ സ്ഥിരമായിട്ടുള്ള സമ്പൂർണ്ണ പെർമനന്റ് ടോട്ടൽ ഡിസബിലിറ്റി ആണ് അവിടെ ഉദ്ദേശിക്കുന്നത്. അങ്ങനെ വന്നു കഴിഞ്ഞാൽ സംഭവിച്ച വ്യക്തിയുടെ കുട്ടികൾക്ക് എഡ്യൂക്കേഷന് വേണ്ടിയിട്ട് 50,000, അതായത് 10 ലക്ഷത്തിന്റെയും 15 ലക്ഷത്തിന്റെയും 50,000 രൂപ വെച്ചും 5 ലക്ഷത്തിന്റെ പോളിസിയുടെ അകത്ത് 20,000 രൂപ വെച്ച് നമുക്ക് അഡീഷണൽ ആയിട്ട് ആ കുട്ടിക്ക് എഡ്യൂക്കേഷന് വേണ്ടിയിട്ട് കിട്ടും. അതുപോലെ തന്നെ ഹോം ട്രീറ്റ്മെന്റ്, വീട്ടിലെ ചികിത്സയ്ക്ക് വേണ്ടിയിട്ട് 7,000, 5,000, 10,000 രൂപ വെച്ച് 3 പോളിസിയുടെ അകത്ത് കിട്ടുന്നുണ്ട്. വീട്ടിലെ ചികിത്സ എന്ന് ഉദ്ദേശിക്കുന്നത് ചിലപ്പോൾ നമ്മൾ ബെഡ് റിഡൺ ഒക്കെ ആയി കഴിഞ്ഞാൽ ചിലപ്പോൾ നമുക്ക് യൂഷ്വലി ഒരു ഹോം ട്രീറ്റ്മെന്റ് ആവശ്യമായിട്ട് വരും. ഡൊമിസിലറി ട്രീറ്റ്മെന്റ് എന്ന് പറയാം നമുക്ക്. അപ്പൊ വീട്ടിൽ ഒരു ട്രീറ്റ്മെന്റ് എടുക്കുന്നതിന് നമുക്ക് എക്സ്പെൻസ് ഉണ്ട്. ചിലപ്പോൾ ഡോക്ടറോ നഴ്സൊക്കെ വീട്ടിൽ വന്ന് നമ്മൾ പരിശോധിച്ച് അവിടെ എന്തെങ്കിലും ചെറിയ തരത്തിലുള്ള ട്രീറ്റ്മെന്റുകളൊക്കെ ആവശ്യമായിട്ട് വരാം. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടും നമുക്ക് ഇവിടെ അഡീഷണൽ ആയിട്ട് എമൗണ്ട് ഇതിനകത്ത് നിന്ന് കിട്ടും. ഇനി അടുത്തത് പറയുന്നതാണ് കുറച്ചുകൂടെ ഒരു മെഡിക്കൽ ഇൻഷുറൻസിന്റെ ബെനിഫിറ്റ് നമുക്ക് കിട്ടുന്നത്. പ്രതിദിന ക്യാഷ് ആനുകൂല്യം, ഹോസ്പിറ്റൽ ക്യാഷ് എന്ന് പറയുന്ന രീതിയിൽ 1,000 രൂപ വെച്ച് നമുക്ക് 3 പ്ലാനുകളുടെ അകത്തും കിട്ടും. ഇത് ആക്സിഡന്റ് തന്നെ ആവണമെന്നില്ല. നമ്മൾ മറ്റു അസുഖങ്ങളായിട്ട് ഹോസ്പിറ്റലൈസ്ഡ് ആയി കഴിഞ്ഞാലും നമുക്ക് ഈ ഒരു എമൗണ്ട് കിട്ടും. ഒരു ദിവസത്തേക്ക് 1,000 രൂപ എന്നുള്ള നിരക്കിലാണ് നമുക്കിവിടെ കിട്ടുക. അല്ലാതെ ടോട്ടൽ നമ്മുടെ ഹോസ്പിറ്റൽ ബില്ലൊന്നും നമുക്കിവിടെ കവർ ചെയ്ത് കിട്ടില്ല. പെർ ഡേ 1,000 വെച്ച് നമുക്ക് എത്ര ദിവസം നമ്മൾ കിടക്കുന്നുണ്ടോ, ഇപ്പോൾ 3 ദിവസം കിടന്നാൽ 3,000 രൂപ, 4 ദിവസം കിടന്നാൽ 4,000, ആ രീതിയിലാണ് ഈ പ്രതിദിന ക്യാഷ് ആനുകൂല്യം നമുക്ക് കിട്ടുന്നത്. അപ്പൊ അത് മറ്റു അസുഖങ്ങൾക്കായിട്ട് കിടന്നാലും നമുക്ക് കിട്ടും. അടുത്ത് കിട്ടുന്ന ഒരു മെഡിക്കൽ ഇൻഷുറൻസ് ആനുകൂല്യം എന്നുള്ളത് ടെലി കൺസൾട്ടേഷൻ ആണ്. നമുക്കറിയാം ഇപ്പൊ ഓൺലൈൻ കൺസൾട്ടേഷൻ ഒരുപാട് നടക്കുന്ന ഒരു സമയമാണ്. അപ്പൊ നമുക്ക് ഇവരുടെ പാനൽ ഡോക്ടേഴ്സ് ഉണ്ടാവും സ്റ്റാർ ഹെൽത്തിന്റെ. അപ്പോൾ അത് പല ഹോസ്പിറ്റലിലും ആയിരിക്കും ഉണ്ടാവുക. അപ്പൊ നമുക്ക് ആവശ്യമായിട്ടുള്ള ഫെസിലിറ്റീസ്, അതായത് നമ്മുടെ ആവശ്യമായിട്ടുള്ള സ്പെഷ്യാലിറ്റി, ഇപ്പൊ നമുക്ക് ENT ഡോക്ടറെയാണ് കാണുന്നുണ്ടെങ്കിൽ ഇവർ ത്രൂ നമുക്ക് ENT ഡോക്ടറെ ബുക്ക് ചെയ്യാനും നമുക്ക് ഫ്രീ ആയിട്ട് ആ ഡോക്ടറായിട്ട് കൺസൾട്ട് ചെയ്യാനായിട്ട് പറ്റും. അതിന് പരിധിയില്ലാത്ത അൺലിമിറ്റഡ് ആയിട്ട് നമുക്ക് ഈ 3 പ്ലാനുകളുടെ അകത്തും നമുക്കത് യൂസ് ചെയ്യാനായിട്ട് പറ്റും. അപ്പൊ അതൊക്കെ നമ്മൾ മാക്സിമം യൂട്ടിലൈസ് ചെയ്യണം. ഇങ്ങനെ ഒരു ഫെസിലിറ്റി അവർ തരുമ്പോൾ നമ്മൾ അതിനെക്കുറിച്ച് ബോധവാന്മാരായിരിക്കണം. അതുപോലെ തന്നെ മാക്സിമം നമ്മളത് യൂട്ടിലൈസ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കും വേണം.
പിന്നെ അവസാനമായിട്ട് കൊടുത്തിരിക്കുന്ന പ്രീമിയം നിരക്കുകളാണ് ഞാൻ പറഞ്ഞു. 15,799, 10,559, 5,320. അത് GST ഉൾപ്പെടെയാണ് ഈ ഒരു എമൗണ്ട് കൊടുത്തിരിക്കുന്നത്. പിന്നെ നിങ്ങൾക്ക് ഈ ഒരു ഇൻഷുറൻസ് പോളിസി എടുക്കണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ നിങ്ങളുടെ തൊട്ടടുത്തുള്ള പോസ്റ്റ് ഓഫീസുമായിട്ട് ബന്ധപ്പെട്ടാൽ മതി. നിങ്ങൾക്ക് നേരിട്ട് അവിടെ ചെന്ന് കഴിഞ്ഞാൽ ഈ പോളിസി എടുക്കാനും അതിന്റെ ഡീറ്റെയിൽസ് അറിയാനായിട്ട് സാധിക്കും. ഇതിന്റെ ക്ലെയിം സെറ്റിൽമെന്റ് മറ്റു കാര്യങ്ങളെല്ലാം ഇൻഷുറൻസ് കമ്പനിയായിട്ട് നേരിട്ടാണ് വരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങളുടെ തൊട്ടടുത്തുള്ള പോസ്റ്റ് ഓഫീസിലേക്ക് നേരിട്ട് ചെല്ലുക. അവിടെ നിന്ന് ഇതിന്റെ ഡീറ്റെയിൽസ് ചോദിച്ചറിഞ്ഞതിന് ശേഷം നിങ്ങൾ ഇത് എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഇതിന് ഞാൻ പറഞ്ഞു ബേസിക്കലി വേണ്ട ഒരു ക്രൈറ്റീരിയ എന്നുള്ളത് ഒരു IPPB ബാങ്ക് അക്കൗണ്ട് ആണ്. 200 രൂപ അടച്ചു കഴിഞ്ഞാൽ നമുക്ക് ആ ബാങ്ക് അക്കൗണ്ട് എടുക്കാം. ഇല്ലാത്തവരുടെ കാര്യമാണ് ഞാൻ പറഞ്ഞത്. ഉള്ളവർക്ക് പിന്നെ നേരിട്ട് പോയി ഇത് എടുക്കാവുന്നതാണ്. അതുപോലെ തന്നെ ഒരു ആധാർ കാർഡും ഒരു OTP കിട്ടാനായിട്ടുള്ള മൊബൈലും കൂടെ കൊണ്ടുപോയാൽ നിങ്ങൾക്ക് അത് എടുക്കാവുന്നതാണ്. നിങ്ങളുടെ നോമിനിയുടെ ഡീറ്റെയിൽസ്, നിങ്ങളുടെ ആധാറിന്റെ കോപ്പിയും കൊണ്ട് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ പോളിസിയുടെ അകത്ത് ജോയിൻ ചെയ്യാം. നിങ്ങൾ തൊട്ടടുത്തുള്ള പോസ്റ്റ് ഓഫീസിൽ നിന്ന് നിങ്ങൾക്ക് ഇത് കിട്ടുന്നതാണ്. ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും ഈ പ്ലാനിനെ കുറിച്ച് സംശയങ്ങൾ ഉണ്ടെങ്കിൽ താഴെ കമന്റ് ആയിട്ട് നിങ്ങൾ അത് രേഖപ്പെടുത്തുക, അല്ലെങ്കിൽ വാട്സപ്പിൽ എനിക്ക് മെസ്സേജ് ചെയ്താൽ മതി. എനിക്കറിയാവുന്ന കാര്യങ്ങൾ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതാണ്. അതുപോലെ തന്നെ എൻ്റെ വീഡിയോ കാണുന്ന സുഹൃത്തുക്കൾ ദയവേത് എൻ്റെ ചാനൽ കൂടെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് ഞാൻ റിക്വസ്റ്റ് ചെയ്യുന്നു. അതുപോലെ നോട്ടിഫിക്കേഷൻ കൂടെ ഒന്ന് എനേബിൾ ചെയ്തിട്ട് കഴിഞ്ഞാൽ ഇതുപോലെ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന ഉപകാരപ്രദമായിട്ടുള്ള വീഡിയോകൾ നിങ്ങൾക്ക് ഇൻസ്റ്റന്റ് ആയിട്ട് നോട്ടിഫിക്കേഷൻ ആയിട്ട് നിങ്ങളുടെ മൊബൈലിൽ കിട്ടും. അതുപോലെ വീഡിയോ കണ്ടതിന് ശേഷം ഇത് ഉപകാരപ്രദമാണെന്ന് തോന്നുന്നുണ്ടെങ്കിൽ മാത്രം നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും കൂടെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാൻ കൂടെ ശ്രദ്ധിക്കുമല്ലോ. ഇതുപോലെയുള്ള നല്ല ഉപകാരപ്രദമായിട്ടുള്ള വീഡിയോയുമായി നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. നന്ദി, നമസ്കാരം.